കാരണം കുഞ്ഞു മക്കളെല്ലാം സ്കൂളിൽ പോകുന്നത് ബസ്സുകളിലാണ്. അപ്പോൾ ഇത് കാണുന്ന കുഞ്ഞുങ്ങൾ എന്തു വിചാരിക്കും? ബസ്സിൽ നിൽക്കുന്നത് ഞെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആൺകുട്ടികൾ എന്തു ചെയ്യും? പതുക്കെ പതുക്കെ പെൺകുഞ്ഞുങ്ങളെ ഒന്ന് തടവാനും തൊടാനൊക്കെ നോക്കും. ആ കുഞ്ഞുങ്ങളുടെ മാനസിക നില തകർക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരം പരാമർശങ്ങൾ നടത്താതിരിക്കാനാണ് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത്. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഫ്രണ്ട്സ്, ബിവിയുടെ മഞ്ജുപിള്ള ചേച്ചിയുടെ മകളെ പറഞ്ഞ പരാമർശം, സത്യം പറഞ്ഞ ആ കുട്ടിയുടെ ആ ഒരു നേക്കഡ് വീഡിയോ ഒരു നാണം തോന്നുന്നത് തന്നെയാണ്. പക്ഷേ വിമർശനമാകാം. അവർ പറഞ്ഞ വാക്കുകൾ വല്ലാതെ അങ്ങ് കടുത്തുപോയി. ഇപ്പം മാത്രമല്ല, അതിനൊരു അറപ്പും വെറുപ്പും തോന്നുന്ന തരത്തിലേക്ക് ആ സ്ത്രീയുടെ ആ പരാമർശം നടത്തിയ സ്ത്രീയോട് ഒരല്പം പോലും ആർക്കും ബഹുമാനം തോന്നില്ല. പിന്നെ ഒറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ഈ ബസ്സിലോട് പോയി നിൽക്കൂ എന്ന് പറയുമ്പം ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീയും പുരുഷന്മാരെല്ലാം ഞെക്കാനും പിടിക്കാനാണോ പോകുന്നത്? അതെന്ത് തെറ്റായൊരു പരാമർശമാണ്. അതുപോലെ ഞെക്കി കൊടുക്കുക, പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നവർ വളരെ മോശമായിപ്പോയി അതൊക്കെ പറയുന്നത് കേട്ടപ്പം. പിന്നെ ആ കുട്ടിയൊരു മോഡൽ എന്നൊക്കെ പറയുന്നു. അത് മോഡൽ ആയതുകൊണ്ടായിരിക്കും അവർ വേഷത്തിൽ അങ്ങനെ വന്നത്. പക്ഷെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ, നമ്മൾ വിമർശനം ചെയ്യാം, പക്ഷെ ആ വിമർശിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കും കൂടെ ഒരു സ്വീകാര്യത തോന്നണം. അപ്പോൾ എത്രയോ ആൾക്കാർ വിമർശനങ്ങൾ നടത്തുന്നു. ഞാനും ഏകദേശം അങ്ങനെയുള്ള വീഡിയോസും അതുപോലെ നമ്മുടെ കേരള ന്യൂസിൽ വരുന്ന അതാ ദിവസത്തെ ചില കണ്ടൻറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമുക്ക് വളരെയധികം ഹരാസ് ചെയ്യാനുള്ള അവകാശം ഇല്ല. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വത്തിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ സ്വഭാവ രീതികളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവനവനെ അറിയാവുള്ളൂ. അപ്പോൾ ആ കുട്ടി ആ രീതിയിലൊക്കെ മോഡലാകാനും അതുപോലെ ഇനി ഒരു സിനിമാ നടിയൊക്കെ ആയി മാറാനും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കും ആൾക്കാർ. അപ്പം ഇത്രയും വിമർശനങ്ങൾ ഇത്രയും കടുത്ത ഭാഷ ചെയ്തത് മോശമായിപ്പോയി. പക്ഷെ വിമർശിക്കാം, അതങ്ങനെ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയാം. അത് കേൾക്കുമ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് അതിനോട് തെറ്റായിപ്പോയെന്നൊരു തോന്നൽ വരും. പക്ഷെ ഇത് തീർത്തും മോശകരമായ ഒരു സംഭാഷണ രീതിയായിപ്പോയി. അതുമാത്രമല്ല, ആ രേണുവിനെ വെച്ച് എന്തോരം കണ്ടന്റ് ഉണ്ടാക്കുന്നു. രേണുവിൻ്റെ ആ ഒരു ലൈവിൽ ആ നാക്കുപിടി പരിപാടി വളരെ മ്ലേച്ഛവും മോശവും തന്നെയായിരുന്നു. കാരണം മിക്കപ്പോഴും വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അവളുടെ ആൽബം കാണുന്നു, വയറ് കാണിക്കുന്നു, ശരീരഭാവങ്ങളൊക്കെ കുറേയൊക്കെ കാണുന്നുണ്ട്. എങ്കിലും അത് വല്ല ബോറുള്ള ബോഡിയോ അല്ലെങ്കിൽ അങ്ങനെ വൾഗറായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പോട്ടെ, ആ കുട്ടിയുടെ നിവൃത്തിയോടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അതൊരു ആൽബം ചെയ്യുന്നു, ആൽബം സംഗീതം ചെയ്യുന്ന ആൾക്കാർ പറയുന്നതനുസരിച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. എന്നിട്ട് എന്തോരം അതിനങ്ങ് പറയുന്നു, വല്ലാത്ത രീതിയിലൊക്കെ മോശമായിട്ട് പറഞ്ഞൊക്കെ വീഡിയോ ഇടുന്നു. അപ്പോൾ ഇത് വിമർശനമാണ് എന്ന് പറഞ്ഞാലും ഈ വല്ലാതെ ഒരാളെ ഹരാസ് ചെയ്യുമ്പോൾ അവർക്കൊരു മനസ്സുണ്ട്, കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. അവർ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവർ കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ അവർക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് എണ്ണം ഉണ്ടാവും എന്നതിനെക്കുറിച്ച് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരാളെ കൊന്നു അല്ലെങ്കിൽ ഒരാളെ പീഡനത്തിലാക്കി ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാതെ അങ്ങ് ഫീലാവും. നമുക്കങ്ങ് ഒരുപാട് പൊട്ടിത്തെറിക്കണം തോന്നും. പക്ഷേ നമ്മൾ ഒരാളുടെ ചാനലിൽ ചെന്ന് അവരുടെ
ചാനലിൽ കിടക്കുന്ന വീഡിയോസ് കൊണ്ടുവന്ന് അവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞ് ഇടുന്നതിനോട് എന്താണ് ഒരു യോജിപ്പും തോന്നുന്നില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരും വീഡിയോ ഇടുന്ന എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ സാമ്പത്തികം ഒന്ന് ഡെവലപ്പായി കഴിഞ്ഞാൽ തൻ്റെ കുടുംബം രക്ഷപ്പെടും, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു വരുമാന മാർഗമായി കഴിഞ്ഞാൽ എന്താണ് കുറച്ച് മെച്ചപ്പെട്ട ഒരു ജീവിത രീതി ആവിഷ്കരിക്കാനാകും എന്നുള്ള ചിന്ത തന്നെയാണ് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു എളുപ്പ മാർഗം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളത് ശരീര പ്രദർശനം തന്നെയാണ്. കാരണം ഒലിപ്പിച്ച് നിൽക്കുന്ന ഞരമ്പന്മാരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള വീഡിയോസ് കാണാനും അങ്ങനെയുള്ള ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഇന്ന് ആൾക്കാരുള്ളത്. വളരെയധികം മ്ലേച്ഛമായിട്ടോ അല്ലെങ്കിൽ അത്ര വൾഗറായിട്ട് കാണിച്ചാൽ പോലും ആൾക്കാർ കാണാനും കേൾക്കാനുമുണ്ട്. അപ്പോൾ അവരെ ചെന്ന് നന്നാക്കാനായിട്ട് പോയി അവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം പറയുന്നവർക്ക് നെഗറ്റീവേ ആവുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്നത് കാണാൻ ആൾക്കാരുള്ളത് കണ്ടോട്ടെ. അതൊരു തൊപ്പിയുടെ ചാനലിൽ മോശമായിട്ട് വീഡിയോ ഇട്ട് പിന്നെ നഗ്നത പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞു. അതെന്താണ്, ആ ചാനൽ തന്നെ ബാൻ ചെയ്തു. അപ്പോൾ അതുപോലെ സർക്കാരുണ്ടല്ലോ, അവരിങ്ങനെ തീരെ മോശമായിട്ടുള്ളതും ആയിട്ടുള്ള ചാനലുകൾ മറ്റുള്ളവരെ എന്താണ് അത്രയേറെ താറടിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ ഓപ്ഷന് അവർക്കുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ അവരങ്ങനെ അതനുസരിച്ച് അവർ കട്ടാക്കിക്കോളും. ഏതിനും വിമർശനങ്ങൾ മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ എന്താണ് ദുഃഖിപ്പിച്ച് അവിടെ മാനാഭിമാനങ്ങൾക്ക് തുള്ളി പോലും വിലയില്ലാണ്ട് ഈ സമ്പാദിക്കുന്ന പണം അവനവൻ്റെ കുടുംബത്തിനല്ലേ ഭക്ഷണമാക്കാൻ എടുക്കുന്നത്, അവനവൻ്റെ സാമ്പത്തിക മേഖല വർദ്ധിപ്പിക്കാനല്ലേ എടുക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ ദുഃഖവും കൂടെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഈ അവസരം ഓർത്തു പോകുന്നു, പറഞ്ഞു പോകുന്നു. പിന്നെ ഷബീന ബീവി എന്ന ബീവിയോട് പറയാൻ, ബീവി അല്പം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ബീവിയുടെ പ്രഷർ വല്ലാണ്ട് അങ്ങ് കൂടിപ്പോയേക്കാം. ഇതിങ്ങനെ കൂടുതൽ 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 ഇമോഷൻസിലേക്ക് ഒരു വ്യക്തി ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ മാനസിക നില തകരാറിലാവും. പിടിച്ചാൽ പറ്റാത്ത തരത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക നില മാറുമ്പോൾ നിങ്ങൾക്ക് എത്ര കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അപ്പോൾ എന്താണ് അല്പമൊന്ന് സൗണ്ട് കുറച്ച്, അതുപോലെ തന്നെ ഇത്രയും ഫീലിങ്സ് ഒന്നും ഇല്ലാതെ വീഡിയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരാളെ വെച്ച് ഇങ്ങനെ എപ്പോഴും മോശം കണ്ടൻറ്റ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് താങ്കളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വളരെ നന്നായിരിക്കുമെന്നും എന്താണ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ബസ്സിൽ കയറുന്ന ആൾക്കാരെല്ലാവരെയും മോശമാക്കുന്ന തരത്തിലേക്കുള്ളൊരു പരാമർശം നടത്തിയത് കൊണ്ടും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. കാരണം കുഞ്ഞു മക്കളെല്ലാം സ്കൂളിൽ പോകുന്നത് ബസ്സുകളിലാണ്. അപ്പോൾ ഇത് കാണുന്ന കുഞ്ഞുങ്ങൾ എന്തു വിചാരിക്കും? ബസ്സിൽ നിൽക്കുന്നത് ഞെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആൺകുട്ടികൾ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ പെൺകുഞ്ഞുങ്ങളെ ഒന്ന് തടവാനും തൊടാനൊക്കെ നോക്കും. ആ കുഞ്ഞുങ്ങളുടെ മാനസിക നില തകർക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരം പരാമർശങ്ങൾ നടത്താതിരിക്കാനാണ് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. കുറേ ദിവസം കൊണ്ട് ഇതിങ്ങനെ ഓടി നടക്കുന്നു. കാരണം ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് എന്താണ് ഈ കുഞ്ഞുങ്ങൾ അവരുടെ മാനസിക നിലയെ തകരാറാക്കുന്ന തരത്തിലേക്കുള്ള ഒരു കണ്ടൻ്റാണ് ഇത് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. കാരണം അവരുടെ ആ സംസാരം കൂടുതൽ ഞാൻ കേൾക്കത്ത് പോലുമില്ല. ഇതിപ്പോൾ നിരന്തരമായി എന്താ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ഇത്രയും പരാമർശങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെട്ട ഒരു വീഡിയോ എന്നാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ആദ്യം ഒരു വീഡിയോ മുക്കിയെന്നല്ലാണ്, അപ്പോൾ അതുകൊണ്ടൊന്ന് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിമർശിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ
നൊമ്പരപ്പെടുത്താതിരിക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ജയറാമേട്ടനെ എളിമയെന്ന് പറഞ്ഞുകൊണ്ട് എന്തോരം ട്രോള്. എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്നാണ്. കാരണം അദ്ദേഹം എളിമ കാണിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ, നമുക്ക് എന്തെങ്കിലും ലാഭം വന്നോ? ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ട് ഒരു മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള ദോഷം വന്നിട്ടില്ല. എന്നിട്ടും അതും കണ്ടൻ്റാക്കി അദ്ദേഹത്തെ ട്രോളിക്കൊല്ലും. അതൊക്കെ ഒരു മോശം പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എളിമ നല്ലതല്ലേ? പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർക്ക് ഒരു പ്രത്യേകിച്ച് എളിമ ഉള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ആൾക്കാരാണ് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ താണു കൊടുക്കാതെ ഒന്നും തല ഉയർത്തി ഗാംഭീര്യഭാവത്തോട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. തമിഴ്നാട്ടിലതല്ല. അവരെ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് അവരുടെ എളിമ കൂടിക്കൊണ്ടേയിരിക്കും. അത് ഇടപെടുന്നതിൻ്റെ ഒരു രീതി പോലെ ആയിരിക്കും. ഓരോ സ്ഥലത്ത് ചെല്ലുന്നതനുസരിച്ച് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ മനസ്സിലാവും. അല്ലാതെ അതിനെല്ലാം തൊട്ടതിനും പിടിച്ചതിനും ആവശ്യമില്ലാണ്ട് വിമർശിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു മോശമായി തോന്നി. കാരണം അനാവശ്യമായൊരു വിമർശനമായിരുന്നു ജയറാമേട്ടൻ്റെ എളിമ വീഡിയോ ചെയ്യുന്നത്. കാരണം ആർക്കും ഒരു ദോഷവും ഇല്ല അതുകൊണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഓരോ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാർ. കാരണം അതെല്ലാം കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാം, എളിമ ചെയ്താലും ആൾക്കാർ കളിയാക്കും, സ്നേഹിച്ചാലും ആൾക്കാർ കളിയാക്കും, നന്മ ചെയ്താലും കളിയാക്കും, പിന്നെ ദേഷ്യപ്പെട്ടാലും കളിയാക്കും, എല്ലാത്തിനും കളിയാക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നൊരു രീതിയിലേക്ക് മനുഷ്യൻ ചിന്തിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളെല്ലാം ഇന്നും ഓൺലൈനാണ്. അവരെല്ലാം യൂട്യൂബ് കാണുന്നവരാണ്. അപ്പം നമ്മൾ വലിയ ആൾക്കാരെ മാത്രമല്ല പരിഗണിക്കാനുള്ളത്, കുഞ്ഞു മക്കളെ കൂടെ പരിഗണിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്ന ഇടത്താണ് ഒരു വിജയം ഉണ്ടാക്കേണ്ടത്. താങ്ക് യു.